ഡാഡി എവിടെ? ഡാഡി ഡാഡി കാണാണല്ലോ ചുറ്റും. ഡാഡി ഡാഡി അമ്മ മമ്മീന്ന് വിളിയടി. മമ്മി എനിക്ക് പേടിയാവുന്നു. ഡാഡി അയ്യോ ഈ കാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? എനിക്ക് തലറങ്ങുന്നേ. ഡാഡി അയ്യോ അല്ലേ ഭയങ്കര. അയ്യോ നല്ല മോനെ. ഇതാ ഭയങ്കര സങ്കടം വന്നു. അവള് ശരിക്കും കാട്ടി പെട്ട പോലെ തോന്നി. അല്ല നിങ്ങളൊന്നും അഭിനയം കണ്ടിട്ടില്ലേ? ഇത് എന്തോ നീ കാണിച്ചത് ഒരുമാതിരി അവിടെ മറ്റേ 100 മീറ്റർ ഓട്ട മത്സരം കഴിച്ചു വന്നല്ലോ. കാട്ടിലകപ്പെട്ട ഇങ്ങനെ അങ്ങനെ അണക്കണ്ട. സീരിയൽ ഞാൻ കണ്ടു. എപ്പോ ദേഷ്യം സീരിയൽ നമുക്ക് സിനിമയാണ്. സിനിമ ഇത് സീരിയൽ അല്ല, സിനിമയാണ്. പക്ഷെ കിതപ്പ് അതായിരുന്നു എന്റെ ഹൈലൈറ്റ് അല്ലേ? അയ്യോ അത് മറ്റേ സീരിയലിൽ കണ്ണീർ സീരിയലിൽ ഇങ്ങനെ തുടർന്ന് പിടിക്കണം. അത് ഇതിൽ വേണ്ട. ഇതിലത് വേണം. ഇത് നല്ലതാണല്ലോ. ചുമ്മാ ഇരിക്കും. നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് വേണം. പിന്നെ ഇതിൽ പറഞ്ഞു കൊടുക്ക എങ്ങനെയാന്ന്. എന്റെ കൊച്ചെ ആദ്യം ഇത് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്ക്. നീ എവിടെയാണ് അകപ്പെട്ടേക്കണത്? നീ കൊടുങ്കാട്ടിലാണ് അകപ്പെട്ടത്. നോക്കിക്കോ. കാട്ടിൽ അകപ്പെട്ടു. ഒറ്റയ്ക്കാണ്. അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. മകളാണ് ഞാൻ. ഓർമ്മിച്ചോ, ശ്രദ്ധിച്ചോ കേട്ടാ. അയ്യോ കാണാണല്ലോ. ഈ കാട്ടിൽ ഞാൻ എന്ത് ചെയ്യും ഒറ്റയ്ക്ക്? അമ്മേ അച്ഛാ, അമ്മേ അച്ഛാ. അയ്യോ വന്ന് കടുവയും വന്നെ പിടിക്കുമോ? അയ്യോ എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? അയ്യോ അമ്മേ. എന്റെ പൊന്നു അടിപൊളി. ശരിക്കും ഒരു കൊച്ചകപ്പെട്ടു പോയ പോലെ. ഇതുപോലൊന്നും ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് കഥാപാത്രം വിട്ടു പോണില്ല. വെള്ളം വല്ലതും വേണോ? കുഴപ്പമില്ല. പക്ഷെ ക്ലീറ്റോ ഇതൊക്കെ ചെയ്യാൻ പറ്റൂല. ഇത്രയും കഴിവില്ല അവക്ക്. എന്ത് ചെയ്യാൻ പറ്റാത്തത്? ഈ ബ്ലഡ് അല്ലേ ഇതിൽ ഓടണത്. പിന്നെ എന്തുകൊണ്ട് അവക്ക് ചെയ്തുകൂടാ? മനസ്സ് വെക്കണോടി, മനസ്സ്. എനിക്ക് അമ്മയുടെ കഴിവാണ് ഡാഡി കിട്ടിയത്. അമ്മയുടെ കഴിവ് നിന്റെ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിതൊന്നും അറിയാൻ പാടില്ല. നീ ഒന്ന് ശ്രമിച്ചേ. വരും. ആ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്ക് നീ. അതാണ് അതാണ് പറയണത്. നമ്മൾ എന്തിനും ചെയ്യുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഇപ്പൊ പഠിക്കാൻ കാണിക്കുന്ന മിടുക്കുണ്ട് കുറെ ഇത് ഇതിലോട്ട് കാണിക്കുക. എനിക്കിത് വേണം, അഭിനയം എനിക്ക് വേണം, എനിക്ക് നടിയാവണം, എനിക്ക് സിനിമയിൽ ഫേമസ് ആവണം. അത് നമ്മൾ ഉള്ളിൽ വേണം. എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഡാഡി എങ്ങനെയാണ് അതുപോലെ ഉള്ളിലിട്. കൈ ഒന്ന് ഇങ്ങനെ പിടിച്ചേ, അപ്പൊ തന്നെ വരും പകുതി. അവിടെ അങ്ങനെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റാത്തത് നല്ല ആടി ഞാൻ നിനക്ക് വെച്ചു തരും. അപ്പൊ നിനക്ക് സ്വയം നീ ഇങ്ങനെ പറയല്ലേ. നീ ഒന്ന് സിനിമയിൽ കയറിയിട്ട് വേണം മാമിക്ക് ഒന്ന് മുഖം കാണിക്കാൻ. മാമി അതൊന്നും നടക്കാൻ പോണ. എനിക്കിപ്പൊ തന്നെ മതി. എനിക്ക് കഴിവുണ്ട്, ഞാൻ നടിയാവും. എന്റെ ഉള്ളിൽ അങ്ങനെ പോസിറ്റീവായിട്ട് പിടിക്കേ. കുറേശ്ശെ അവളെ പഠിപ്പിച്ചു കൊടുക്കും. ഇത് എന്നൊന്ന് കാണിച്ചു കൊടുത്തുകൂടായിരുന്നോ? അവള് പറയണ്ട ഡാഡി എനിക്കൊന്ന് പറഞ്ഞതാ ഡാഡി എന്ന് എന്നോട് പറയണ്ടേ. ഇതിപ്പോ എന്റെ ആവശ്യം പോലെയല്ലേ ഇത് നിൽക്കുന്നത്. എനിക്കറിയായിരുന്നു ഡാഡിക്ക് ഇതിന് മാത്രം കഴിവുണ്ട്. പല കഴിവുകൾ ഇവിടെ വന്ന് മുരടിച്ചു പോയി. പോട്ടെ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യും. ക്ഷീണിച്ചിട്ടുണ്ടാവും. ക്ലീറ്റോനും വിശക്കും. നമുക്ക് പോയി ഭക്ഷണം കഴിച്ചാൽ പിന്നെ വീണ്ടും ക്ഷീണം കൂടും. കുറച്ചധികം 2 പ്രാവശ്യം ചെയ്തിട്ട് പോയാൽ പോരെ? വേണ്ട, കഴിച്ചിട്ട് വരാം. അപ്പൊ ക്ലീറ്റോ നല്ല എനർജി വേണം കൊച്ചിന്. വാ ആരും കണ്ണു വയ്ക്കാതിരിക്കട്ടെ. കുറച്ച് ഉപ്പും മുളക് ഒഴിഞ്ഞിട്ടോട്ടെ ചേച്ചി, കണ്ണു വിടും. എന്റെ പൊന്നു മോളെ, മുളകില്ലടി. അവിടെ ഉണ്ട്. കാപ്പിക്ക് പുട്ടാണോ ഇടിയപ്പമാണോ? ഇറങ്ങി പോണില്ലേ ക്ലീറ്റോ? പോണില്ല. ശരിയായ